ഹായ് ഫ്രണ്ട്സ്, ഞാൻ മഷൂദ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ നിന്നും എങ്ങനെയെല്ലാമാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1986 ആക്ടിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസിലൂടെയും ടെലിഷോപ്പിങ്ങിലൂടെയും പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളെ കൺസ്യൂമറുടെ ഡെഫിനിഷനിൽ എക്സ്പ്രസ്ലി ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. 2019 ആക്ടിലേക്ക് വരുമ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസിലൂടെയും ടെലിഷോപ്പിംഗ്, ഡയറക്റ്റ് സെല്ലിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നിവയിലൂടെയുമെല്ലാം ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യുന്ന വ്യക്തികൾ കൂടി കൺസ്യൂമേഴ്സ് ആണെന്ന് എക്സ്പ്രസ്ലി ഡിഫൈൻ ചെയ്യുന്നു. മാനുഫാക്ചററോ ട്രേഡറോ കൺസ്യൂമറുമായി ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഏതെങ്കിലും കൺസ്യൂമറുടെ റൈറ്റ്സിൽ കാര്യമായ മാറ്റം വരുത്തുകയോ വയലേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പക്ഷം പുതിയ നിയമത്തിലെ സെക്ഷൻ 49 ക്ലോസ് 2 പ്രകാരം സ്റ്റേറ്റ് കമ്മീഷനും സെക്ഷൻ 59 ക്ലോസ് 2 പ്രകാരം NCDRCക്കും ഈ അൺഫെയർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നൾ ആൻഡ് വോയിഡായി പ്രഖ്യാപിക്കാൻ സാധിക്കും. ഈ ഒരു പ്രൊവിഷൻ 1986 നിയമത്തിൽ ഉണ്ടായിരുന്നില്ല. 1986 നിയമത്തിൽ ഗുഡ്സിന് നൽകിയിരുന്ന ഡെഫിനിഷൻ 1930 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഗുഡ്സിന് നൽകിയിരുന്ന സെയിം ഡെഫിനിഷനാണ്. അതുപ്രകാരം ആക്ഷനബിൾ ക്ലെയിംസും പണവും ഒഴികെയുള്ള മറ്റു മൂവബിൾ പ്രോപ്പർട്ടീസും സ്റ്റോക്ക് ആൻഡ് ഷെയർസും വിളകളും മറ്റുമാണ് ഗുഡ്സായി കണക്കാക്കുന്നത്. എന്നാൽ 2019 നിയമത്തിലേക്ക് വന്നാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ക്ലോസ് ജെയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫുഡ് അടക്കം എല്ലാ മൂവബിൾ പ്രോപ്പർട്ടീസും ഗുഡ്സിൻ്റെ കീഴിൽ വരുന്നു. 1986 നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി 2019 നിയമത്തിലൂടെ ബിൽസ് അല്ലെങ്കിൽ റെസീപ്റ്റ് നൽകാതിരിക്കുക, 30 ദിവസത്തിനകം റിട്ടേൺ ചെയ്ത ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, നിയമപരമായതോ പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായുള്ളതോ ആയിട്ടുള്ളതല്ലാതെ ഒരു കൺസ്യൂമറുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് വെളിപ്പെടുത്തുക എന്നിവയെല്ലാം അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിന് കീഴിൽ കൊണ്ടുവന്നു. 1986 നിയമത്തിൽ ADR മെക്കാനിസവുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ 2019 ആക്ട് പ്രകാരം പാർട്ടീസിനിടയിൽ സെറ്റിൽമെൻറ്റിന് സ്കോപ്പ് ഉണ്ടെന്ന് കമ്മീഷൻ കരുതുന്നുവെങ്കിൽ മീഡിയേഷന് റെഫർ ചെയ്യാം. ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ കമ്മീഷനുകളോട് അറ്റാച്ച് ചെയ്തായിരിക്കും മീഡിയേഷൻ സെൽസ് പ്രവർത്തിക്കുക. അതുപോലെ മീഡിയേഷനുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അടങ്ങിയിരിക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മീഡിയേഷൻ റൂൾസ് 2020 2020 ജൂലൈ 20 തന്നെയാണ് ഈ റൂൾസും നിലവിൽ വന്നിട്ടുള്ളത്. 1986 നിയമപ്രകാരം ഓപ്പോസിറ്റ് പാർട്ടി റിസൈഡ് ചെയ്യുകയോ ബിസിനസ് ക്യാരി ചെയ്യുകയോ ചെയ്യുന്ന സ്ഥലത്തിൽ ജൂറിസ്ഡിക്ഷനുള്ള കമ്മീഷനുകളിൽ മാത്രമാണ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്നാൽ 2019 നിയമത്തിലൂടെ പരാതിക്കാരൻ റിസൈഡ് ചെയ്യുകയോ ബിസിനസ് ക്യാരി ചെയ്യുകയോ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജൂറിസ്ഡിക്ഷനുള്ള കമ്മീഷനുകളിലും കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ സാധിക്കും. 1986 നിയമപ്രകാരം ഡിസ്ട്രിക്ട് കമ്മീഷൻ മുൻപാകെ 20 ലക്ഷം വരെ മാത്രം മോണിറ്ററി വാല്യൂ ഉള്ള കേസുകളും സ്റ്റേറ്റ് കമ്മീഷൻ മുൻപാകെ 20 ലക്ഷം മുതൽ 1 കോടി വരെ മോണിറ്ററി വാല്യൂ ഉള്ള കേസുകളും നാഷണൽ കമ്മീഷൻ മുൻപാകെ 1 കോടിക്ക് മുകളിൽ മോണിറ്ററി വാല്യൂ ഉള്ള കേസുകളുമാണ് ഫയൽ ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്നാൽ 2019 നിയമത്തിലൂടെ ഓരോ കമ്മീഷൻ്റെയും പെക്യുനറി ജൂറിസ്ഡിക്ഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ഡിസ്ട്രിക്ട് കമ്മീഷൻ മുൻപാകെ 1 കോടി വരെ മോണിറ്ററി വാല്യൂ ഉള്ള കേസുകളും സ്റ്റേറ്റ് കമ്മീഷൻ മുൻപാകെ 1 കോടി മുതൽ 10 കോടി വരെ മോണിറ്ററി വാല്യൂ ഉള്ള കേസുകളും നാഷണൽ കമ്മീഷൻ മുൻപാകെ 10 കോടിക്ക് മുകളിൽ മോണിറ്ററി വാല്യൂ ഉള്ള കേസുകളും ഫയൽ ചെയ്യാൻ സാധിക്കും. 1986 നിയമപ്രകാരം ഡിസ്ട്രിക്ട് കമ്മീഷന്റെ ഓർഡറിന്മേൽ സ്റ്റേറ്റ് കമ്മീഷൻ മുൻപാകെ അപ്പീൽ സമർപ്പിക്കാനുള്ള ടൈം ലിമിറ്റ് 30 ദിവസമായിരുന്നു. എന്നാൽ 2019 നിയമത്തിലൂടെ അത് 45 ദിവസമായി ഉയർത്തി. 1986 നിയമപ്രകാരം
നാഷണൽ കമ്മീഷന് മാത്രമാണ് പാസാക്കിയ ഓർഡേഴ്സ് റിവ്യൂ ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ടായിരുന്നത്. എന്നാൽ 2019 നിയമത്തിലൂടെ ഡിസ്ട്രിക്ട് കമ്മീഷനുകൾക്കും സ്റ്റേറ്റ് കമ്മീഷനുകൾക്കും കൂടി ഓർഡേഴ്സ് റിവ്യൂ ചെയ്യാനുള്ള പവേഴ്സ് നൽകി. 1986 നിയമപ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി കമ്മീഷനുകളുടെ ഓർഡർ പാലിക്കാത്ത സാഹചര്യത്തിൽ 1 മാസം മുതൽ 3 വർഷം വരെ തടവും അല്ലെങ്കിൽ 2000 മുതൽ 10,000 രൂപ വരെ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയായിരുന്നു പെനാൽറ്റി. എന്നാൽ 2019 നിയമത്തിലെത്തുമ്പോൾ പെനാൽറ്റി 1 മാസം മുതൽ 3 മാസം വരെ തടവും അല്ലെങ്കിൽ 25,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയാണ്. 1986 നിയമപ്രകാരം ഡിസ്ട്രിക്ട് കമ്മീഷന്റെ കോമ്പോസിഷൻ പ്രസിഡന്റും 2 മെമ്പേഴ്സും എന്നതായിരുന്നു. എന്നാൽ 2019 നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് പ്രസിഡന്റും അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സും എന്നുമായി മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി സ്റ്റേറ്റ് കമ്മീഷന്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ 1986 നിയമപ്രകാരം പ്രസിഡന്റും അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സും എന്നതായിരുന്നു. 2019 നിയമത്തിലേക്ക് എത്തുമ്പോൾ ഇത് പ്രസിഡന്റും അറ്റ്ലീസ്റ്റ് 4 മെമ്പേഴ്സ് എന്നുമായി മാറി. ഇനി നാഷണൽ കമ്മീഷന്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ പ്രസിഡന്റും അറ്റ്ലീസ്റ്റ് 4 മെമ്പേഴ്സുമാണ് ഉള്ളത്. ഇതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. രാജ്യത്തെ കൺസ്യൂമേഴ്സിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഫോം ചെയ്തിട്ടുള്ള അതോറിറ്റിയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ഈ അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലൂടെയാണ്. ഇതിനു മുൻപ് ഇങ്ങനെയൊരു അതോറിറ്റി ഉണ്ടായിരുന്നില്ല. ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയും ആ പ്രൊഡക്റ്റിന്റെ കുഴപ്പം കൊണ്ട് കൺസ്യൂമറിനോ അദ്ദേഹത്തിന്റെ വസ്തുവകകൾക്കോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ അതിനുള്ള കോമ്പൻസേഷൻ കൂടി പ്രൊഡക്റ്റിന്റെ നിർമ്മാതാക്കളിൽ നിന്ന് ക്ലെയിം ചെയ്യാനുള്ള അവസരമാണ് പ്രൊഡക്റ്റ് ലയബിലിറ്റിയിലൂടെ നൽകുന്നത്. ഇതുപോലെ ഒരു പ്രൊവിഷൻ 1986 നിയമത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.